ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കേട്ട ഒരു യക്ഷിക്കഥ പറയാം. ഈ കഥ കേട്ടതിന് ശേഷം കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണേ. എന്നാൽ കഥ കേട്ടോളൂ. കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒടുവിൽ PSC പരീക്ഷ എഴുതിയത്. അക്കാലത്ത് അധ്യാപക നിയമനത്തിനായി സ്കൂളുകൾ സ്വയം തിരഞ്ഞെടുക്കുന്ന കൗൺസിലിംഗ് രീതി നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതെ പരീക്ഷ എഴുതിയതിന്റെ ഫലം ഉടൻ കിട്ടി. റാങ്ക് ലിസ്റ്റിൽ പിന്നിലായതുകൊണ്ടാണോ എന്നറിയില്ല, ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള ഒരു കുഗ്രാമത്തിലാണ് എനിക്ക് ജോലി കിട്ടിയത്. കാട് പിടിച്ച ഒരു പ്രദേശം, കല്ലും മണ്ണും നിറഞ്ഞ ഉയർച്ച താഴ്ചകളുള്ള റോഡുകൾ, കുണ്ടും കുഴിയും. അത്തരമൊരിടത്ത് 40 വീടുകൾക്കിടയിൽ പുതുതായി പണിത ഒരു സ്കൂൾ. സ്ഥലത്തിന്റെ പേര് ഞാൻ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. എനിക്ക് ശേഷവും ആ സ്കൂളിൽ അധ്യാപകർ വരേണ്ടതുണ്ടല്ലോ. ആ കുട്ടികളുടെ തെറ്റെന്താണ്? അവരെ എന്തിന് പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തണം? ഞാൻ വീടുകളെന്ന് വിശേഷിപ്പിച്ചെങ്കിലും അവയെ കുടിലുകളെന്ന് വിളിക്കുന്നതാവും കൂടുതൽ ശരി. ആ സ്കൂളിലെ ആദ്യത്തെ ഒരു അധ്യാപകനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ആ ഗ്രാമം മുഴുവനും എന്നെ കാണാനെത്തിയിരുന്നു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി രാഘവൻ മാഷും മറ്റു ചില അംഗങ്ങളും ചേർന്നാണ് ആ സ്കൂൾ പണിതത്. അതുകൊണ്ട് തന്നെ അവരിലൊരു നാട്ടുപ്രമാണി ഭാവം എനിക്ക് കാണാൻ കഴിഞ്ഞു. അവിടുത്തെ ആളുകളിൽ ഭൂരിഭാഗവും കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ചോ അല്ലെങ്കിൽ 2 മൈൽ അകലെയുള്ള ഇഷ്ടികച്ചൂളയിൽ ജോലി ചെയ്തോ ആണ് ജീവിച്ചിരുന്നത്. ആർക്കും തന്നെ അക്ഷരാഭ്യാസമില്ല. 10ാം ക്ലാസ്സുകാരനായ രാഘവൻ മാഷായിരുന്നു ഇത്രയും കാലം അവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. എന്റെ വരവിൽ അദ്ദേഹം എത്രത്തോളം സന്തോഷവാനാണെന്നോ അതൃപ്തനാണെന്നോ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹവുമായി വഴക്കിടുന്നത് ബുദ്ധിയല്ല എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ കണ്ണടച്ച് സമ്മതിച്ചു പോന്നിരുന്നു. സ്കൂൾ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഓരോന്ന് പറഞ്ഞു തരുമ്പോഴും അത്ഭുതത്തോടെ ഞാൻ കേട്ടുനിന്നു. മാഷ് എന്റെ കൂടെ ഉണ്ടാകണം, മാഷില്ലാതെ ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സ് കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ വിജയിച്ചുവെന്ന് എനിക്ക് ബോധ്യമായി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആത്മസംതൃപ്തി ഉണ്ടായി. പിന്നിൽ നിൽക്കുന്ന നാട്ടുകാരെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറയാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. കണ്ടോ, അങ്ങ് സിറ്റിയിൽ നിന്ന് വന്ന ഈ മാഷിന് പോലും എന്നേക്കാൾ കൂടുതൽ ഒന്നും അറിയില്ല. അദ്ദേഹത്തെ സോപ്പിട്ട് കയ്യിലെടുത്തത് മുതൽ എന്റെ കാര്യങ്ങൾ എളുപ്പമായി. പക്ഷേ പ്രശ്നം മറ്റൊന്നായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് എന്റെ വീട്ടിലേക്കുള്ള ദൂരം അത് വളരെ കൂടുതലായിരുന്നു. വിമാനം ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളിലും കയറേണ്ടി വരും. ദിവസവും യാത്രക്കായി ഒരു 5-6 മണിക്കൂർ വേണ്ടി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ആരോഗ്യനില മോശമാകാൻ തുടങ്ങി. ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ ഞാൻ രാഘവൻ മാഷിനോട് സ്കൂളിനടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ ഒരിടം കിട്ടിയാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടു. ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്തോളാം. എന്റെ നിർദ്ദേശം കേട്ട് മാഷ് അല്പനേരം എന്നെ നോക്കി നിന്നു. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? സിറ്റിയിൽ ജീവിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കാട്ടിൽ താമസിക്കുക? എനിക്ക് വേറെ വഴിയില്ല. ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ്. പുതിയ സാഹചര്യത്തിൽ ജീവിക്കുന്നത് എനിക്കിഷ്ടവുമാണ്. എന്റെ മറുപടി കേട്ട് മാഷ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അന്ന് സ്കൂൾ വിടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വീണ്ടും എന്നെ കാണാൻ വന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം ആ സർക്കാർ ഗസ്റ്റ് ഹൗസ് മാത്രമാണ്. പണ്ട് മരുന്ന് ഫാക്ടറി തുടങ്ങാനായി സർക്കാർ ഉദ്യോഗസ്ഥർ വരുമായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ആ ഗസ്റ്റ് ഹൗസ് പണിതത്. ഇപ്പോൾ 15 വർഷത്തോളമായി കാണും. എന്തോ പ്രശ്നം കാരണം ഫാക്ടറി തുടങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ആര് വരാനാണ് ഇവിടെ? അകത്ത് നിറയെ പൊടിയായിരിക്കും, എലിയും ഉണ്ടാകും, പാമ്പുകളും ഉണ്ടാകാം. ആ ഗസ്റ്റ് ഹൗസ് നോക്കാൻ ആരുമില്ലേ ഇവിടെ? മുരളി എന്ന പേരുള്ള ഒരാളുണ്ട്. പകലും രാത്രിയും മദ്യപിച്ച് നടക്കും. സർക്കാർ ശമ്പളം കിട്ടുന്നുണ്ട്. താക്കോൽ അവന്റെ കയ്യിലാണ്. എന്നെ ഒന്ന് മുരളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമോ? നിങ്ങൾ എന്റെ വീട്ടിലൊരു മുറിയിൽ താമസിച്ചോളൂ, ഞാനത് വൃത്തിയാക്കി തരാം എന്ന് രാഘവൻ മാഷ് പറഞ്ഞെങ്കിലും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അത് സ്വീകാര്യമായില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ വെള്ളം കുറിച്ചുപയോഗിക്കൂ,
വീട്ടിൽ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞ് പരാതികൾ തുടങ്ങും. എല്ലാറ്റിലും ഉപരി എന്റെ കാമുകി ദേവിക ഇടയ്ക്ക് അവിടെ വരികയും ചെയ്യും. അത് അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് എനിക്ക് എന്റേത് മാത്രമായ ഒരിടം വേണമായിരുന്നു. മാഷ് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത്ര മോശമായി എനിക്കത് തോന്നിയില്ല. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഏകാന്തമായ ആ ഗസ്റ്റ് ഹൗസ് എന്നെ വിളിക്കുന്നതായി എനിക്ക് തോന്നി. മുരളിക്ക് കുറച്ച് പണം കൊടുത്താൽ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനും മാഷും കൂടി മുരളിയെ കാണാൻ പോയി. അവന്റെ വീട് നല്ലതായിരുന്നുവെങ്കിലും അവന്റെ കോലം കണ്ട് എനിക്ക് അവനോട് ഒട്ടും മതിപ്പ് തോന്നിയില്ല. വൈകുന്നേരമായിട്ടും അവന്റെ കണ്ണുകൾ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നിരുന്നു. നേരെ നിൽക്കാൻ പോലും കഴിയാതെ അവൻ താഴെ തറയിൽ ചടഞ്ഞുകൂടിയിരുന്നു. രാഘവൻ മാഷ് പറഞ്ഞത് കേട്ടിട്ട് അവൻ എന്നെ നോക്കാതെ പറഞ്ഞു, മാസം 500 രൂപ തരേണ്ടി വരും. എനിക്ക് സന്തോഷം തോന്നി. അത്രയും വലിയ ഗസ്റ്റ് ഹൗസിന് വെറും 500 രൂപ. അവൻ മദ്യലഹരിയിൽ പറയുന്നതാണോ? ലഹരി ഇറങ്ങുമ്പോൾ മാറ്റിപ്പറയുമോ? ഞാൻ വൈകിച്ചില്ല. ഉടനെ പോക്കറ്റിൽ നിന്ന് 200 രൂപ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് അഡ്വാൻസ്, മാസത്തിൽ 500 വെച്ച് തരാം. പ്രതീക്ഷിക്കാതെ 200 രൂപ കിട്ടിയപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. മാസ്റ്റർ പേടിക്കണ്ട, എന്റെ ഭാര്യ അത് വൃത്തിയാക്കി തരും. അങ്ങനെ അടുത്ത ആഴ്ച തന്നെ ഞാൻ അവിടേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. ഇനി ദേവികയെ കുറിച്ച് പറയാം. ദേവി എന്റെ കാമുകിയാണ്, സുഹൃത്താണ്, എന്റെ കവിതകളുടെ പ്രചോദനമാണ്. പ്രൈമറി സ്കൂൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. മലയാളമായിരുന്നു എന്റെ ഇഷ്ടവിഷയം. എങ്കിൽ അവളുടെ വിഷയം ഇംഗ്ലീഷ് ആയിരുന്നു. അതൊഴിച്ചാൽ ഞങ്ങളുടെ ഇടയിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. അവൾ എന്റെ കവിതകളുടെ ഏറ്റവും വലിയ ആസ്വാദകയും വിമർശകയുമാണ്. ഇതുവരെ എന്റെ ഒരു കവിതയും അവൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ട് തലയാട്ടും. എന്നിട്ട് പറയും ഇനിയും മെച്ചപ്പെടാനുണ്ട്. പക്ഷേ അവൾ അങ്ങനെ ചുമ്മാ പറയുന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം മറ്റാരെങ്കിലും എന്റെ കവിതയെ പുകഴ്ത്തിയാൽ അവളുടെ മുഖത്തുണ്ടാകുന്ന തിളക്കം, അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇരുവരും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. സ്കൂളിനടുത്ത് താമസിക്കാനുള്ള തീരുമാനം ദേവിയുടേതായിരുന്നു. അവളാണ് പറഞ്ഞത്, നീ അവിടെ തന്നെ താമസിക്ക്. അടുത്ത വർഷം എനിക്കും ഒരു എക്സാം ഉണ്ട്. എനിക്ക് എവിടെയാ ജോലി കിട്ടുക എന്നറിയില്ല. എവിടെയായാലും എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പിരിഞ്ഞ് താമസിക്കേണ്ടി വരില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇതായിക്കൂടാ? ഈ നീണ്ട യാത്ര കൊണ്ട് നിന്റെ ആരോഗ്യം നശിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. എല്ലാ മാസവും നീ ഇങ്ങോട്ട് വരുമല്ലോ, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് വരും. നീ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കാതെ അവിടെ സ്കൂളിനടുത്തെങ്ങാനും താമസിക്കാൻ നോക്ക്. അവളുടെ ആ വാക്കുകൾക്ക് മുന്നിൽ പിന്നെ എനിക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ദേവിക ഇപ്പോൾ ഒരു സ്കൂളിൽ പാർട്ട് ടൈമായി പഠിപ്പിക്കുന്നുണ്ട്. അവൾ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആവേശം കണ്ടാൽ അടുത്ത വർഷം തന്നെ അത് ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ദേവിക വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള പെണ്ണാണ്. ലോകത്തിന്റെ അങ്ങേയറ്റത്താണെങ്കിൽ പോലും അവൾ ജോലി ഉപേക്ഷിക്കില്ല. അവളുടെ ആ വാശിയെക്കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയും ചേച്ചിയും എന്റെ കവിത എഴുത്തിനെ എതിർത്തപ്പോൾ ദേവിക മാത്രമാണ് എന്റെ കൂടെ നിന്നത്. ജോലിക്ക് ശ്രമിക്കാതെ ഇങ്ങനെ കവിത എഴുതി എന്തിന് സമയം കളയുന്നു എന്ന് ചോദിച്ച് വീട്ടുകാരെന്നെ നിരന്തരം പരിഹസിക്കുമായിരുന്നു. അമ്മയുടെയോ ചേച്ചിയുടെയോ നാവീന്ന് ഇത്തരം വാക്കുകൾ കേട്ട് ഞാൻ മടുത്തിരുന്നു. IT സെക്ടറിൽ വലിയ ജോലി ചെയ്യുന്ന അളിയൻ എന്നെ ഒരു കീടത്തെ നോക്കുന്നത് പോലെയാണ് നോക്കിയിരുന്നത്. ഒരിക്കൽ ചേച്ചി അമ്മയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. അമ്മ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. ചേച്ചിയുടെ മകനെ നോക്കാനുള്ള ആയയായിട്ടാണ് അമ്മയെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ദേവിക എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അവൾ പറയും, നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ഒരു ദിവസം നിന്റെ കവിതകൾ ലോകം കാണും. അന്ന് എല്ലാവരും നിന്നെ തിരിച്ചറിയും. പ്രശസ്ത കവി അനിൽ ബാബുവിന്റെ ഭാര്യയാണ് ഞാനെന്ന് അന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. പിന്നെ ഞാൻ വൈകിപ്പിച്ചില്ല. ഉടനെ തന്നെ PSC പരീക്ഷ എഴുതി ജോലി വാങ്ങി. ജോലി കിട്ടിയ ഉടനെ ഞാൻ ദേവികയുടെ ഫ്ലാറ്റിലേക്ക് താമസം മാറി. ദേവികയ്ക്ക് അച്ഛനും അമ്മയുമില്ല. ജനിച്ചപ്പോൾ അമ്മയെയും 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അവൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾ അത്രയും ആത്മവിശ്വാസമുള്ളവളും സ്വയം പര്യാപ്തയുമായി മാറി. അച്ഛൻ അവൾക്കായി കുറച്ച് സമ്പാദ്യം കരുതിയിരുന്നതിനാൽ
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ആ സമയത്തെല്ലാം ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ബന്ധുക്കൾ ആരും അവളെ അന്വേഷിച്ച് വന്നില്ല. വന്നവർ തന്നെ അവളുടെ പണത്തിലായിരുന്നു കണ്ണുവെച്ചത്. ഞാൻ അവളുടെ ഫ്ളാറ്റിലേക്ക് താമസം മാറിയപ്പോൾ അയൽവക്കക്കാരും ബന്ധുക്കളും ഞങ്ങളെ ഒരുപാട് കുറ്റം പറഞ്ഞു. ചേച്ചി വന്ന് എന്നെയും ദേവികയെയും ഒരുപാട് ചീത്ത വിളിച്ചു. പോയപ്പോൾ ചേച്ചി ഞങ്ങളുടെ വീടിന്റെ താക്കോലും എടുത്തുകൊണ്ടാണ് പോയത്. അവിടെ ചേച്ചി വാടകക്കാരി താമസിപ്പിച്ചുവെന്ന് കേട്ടു. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാനും ദേവികയും നല്ല സന്തോഷത്തിലായിരുന്നു. വിവാഹം എപ്പോഴെങ്കിലും കഴിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ദേവി ചോദിക്കും, കല്യാണം കഴിച്ചാൽ നീ എന്നെ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുമോ? ഇങ്ങനെ കഴിയുന്നതാണ് നല്ലത്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിട്ടു പോകാം. വിവാഹബന്ധത്തിന്റെ ചങ്ങലകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൈപ്പേറിയ അനുഭവങ്ങൾ സഹിച്ച് ജീവിക്കേണ്ടി വരും. അതെനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ വിവാഹം കഴിച്ചില്ല. 5 ദിവസമായി ഞാൻ സർക്കാർ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട്. മുരളിയുടെ ഭാര്യ മുറികളൊക്കെ നന്നായി വൃത്തിയാക്കി തന്നു. മുറിയുടെ ഒരു മൂലയിൽ തന്നെ ഞാൻ പാചകത്തിന് സൗകര്യമൊരുക്കി. കാരണം അടുക്കള ഗസ്റ്റ് ഹൗസിന്റെ പുറകിലായിരുന്നു. അവിടെ വലിയ കുറ്റിക്കാടുകളും ഒരു തോടുമുണ്ട്. പാമ്പുകളുടെ ശല്യം ഉണ്ടാകുമെന്ന് പേടിച്ച് ഞാൻ ആ അടുക്കള ഉപയോഗിക്കാറില്ല. പിന്നെ എന്ത് പാചകം ചെയ്യാനാണ്? അല്പം ചോറും ഇത്തിരി സാമ്പാറും. അതിന് മുറിയുടെ ഈ മൂല തന്നെ ധാരാളം. ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് മറ്റൊരു ഗുണമുണ്ടായി. എന്റെ കവിത എഴുത്തിന് വീണ്ടും ജീവൻ കിട്ടി. യാത്രക്കായി ചിലവാക്കിയിരുന്ന 5-6 മണിക്കൂർ ഇപ്പോൾ കവിതകൾക്കായി മാറ്റിവെക്കാം. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ളത് മുറി വൃത്തിയാക്കലും പാത്രം കഴുകലുമാണ്. ഫ്ളാറ്റിൽ ഞാൻ പാചകം ചെയ്യുമായിരുന്നു. ബാക്കി ജോലികൾ ദേവികയാണ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ പെട്ടുപോയി. രാഘവൻ മാഷിനോട് സഹായത്തിന് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കാൻ പറയണം എന്ന് കരുതിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചു പോകും. വൈകുന്നേരം ചായ കുടിക്കണം. അന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ വലിയ തളർച്ച തോന്നി. ചൂടും കൂടുതലായിരുന്നു. ഫാക്ടറി വരുമെന്ന് കരുതി ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നെങ്കിലും കറണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് വൈകുന്നേരം മണ്ണെണ്ണ വിളക്കും വിശറിയുമാണ് ആശ്രയം. രാത്രി പുറത്തേക്ക് പോകാനായി എന്റെ കയ്യിൽ വലിയൊരു ടോർച്ചുണ്ട്. തളർച്ച കാരണം ഞാൻ എപ്പോൾ ഉറങ്ങിപ്പോയെന്ന് അറിഞ്ഞില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. മുറിയിൽ വിളക്ക് കത്തുന്നുണ്ട്. തിരി താഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിലും ആ വിളക്ക് നല്ലവണ്ണം തിളങ്ങുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തതല്ല എന്നെനിക്കുറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം ആ മണ്ണെണ്ണ വിളക്കിൽ അത്രയും കരി പിടിച്ചിരുന്നു. അത് വൃത്തിയാക്കാൻ എനിക്ക് മടിയായിരുന്നു. അഴുക്കായാൽ ആഴ്ചയിലൊരിക്കൽ ആ വിളക്ക് മാറ്റുന്നതാണ് എളുപ്പമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. ഞാൻ വന്നു കിടക്കുമ്പോൾ വെളിച്ചമുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചിരുന്നില്ല. അപ്പോൾ ഇതാര് ചെയ്തു? ഉറക്കം തൂങ്ങിയ കണ്ണുകളോടെ നോക്കിയപ്പോൾ മുറിക്കുള്ളിൽ ഒരു രൂപം നടക്കുന്നത് ഞാൻ കണ്ടു. പേടി തോന്നി. പെട്ടെന്നോർത്തു മാഷ് വല്ല ജോലിക്കാരിയെയും അയച്ചതാകുമോ എന്ന്. ഇന്ന് ഞാൻ അദ്ദേഹത്തോട് അക്കാര്യം പറഞ്ഞിരുന്നു. ഞാൻ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു, ആരാണത്? ആ രൂപം ഒരു നിമിഷം നിന്നു. പിന്നെ പാദസ്വരം കിലുങ്ങുന്നത് പോലെ മനോഹരമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ മൈഥിലി. മുരളിയുടെ മാഷവളെ ഇവിടേക്ക് പറഞ്ഞയച്ചതായിരിക്കാം. എനിക്ക് ആശ്വാസമായി. മൈഥിലി വന്നതോടെ മുറിയിലാകെ ഒരു സുഗന്ധം പരന്നു. അവൾ തിടുക്കത്തിൽ ജോലി ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മുറിയെല്ലാം തിളക്കമുള്ളതാക്കി മാറ്റി. ഒരു കലത്തിൽ അരി വയ്ക്കാനുള്ള വെള്ളം വെച്ചു. സ്റ്റൗ കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, നീ പാചകവും ചെയ്യുമോ? തലയാട്ടിക്കൊണ്ട് അവൾ സമ്മതം അറിയിച്ചു. രാത്രിയിൽ ആ ഭക്ഷണം കഴിച്ചപ്പോൾ എന്റെ പാചകത്തെക്കുറിച്ചുള്ള എന്റെ അഹങ്കാരം അതില്ലാതായി. അത്രയും രുചിയായിരുന്നു അവൾ വെച്ചുണ്ടാക്കിയ ആഹാരത്തിന്. ശനിയാഴ്ച രാവിലെ മുതൽ എനിക്ക് ദേവികയെ കാണാൻ തോന്നി. സ്കൂൾ കഴിഞ്ഞ ഉടനെ കുറച്ച് വസ്ത്രങ്ങളുമായി ഞാൻ അവൾ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് തിരിച്ചു. എല്ലാ ആഴ്ചയും ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പുതിയ സ്കൂൾ ആയതുകൊണ്ട് ഒരുപാട് ജോലികളുണ്ട്. ഫണ്ട് കിട്ടാനുള്ള കത്തുകൾ എഴുതുക, കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞായറാഴ്ചയാണ് തീർക്കേണ്ടത്. ആകെ 67 കുട്ടികളെ ഉള്ളുവെങ്കിലും ആ സ്കൂളിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അതിനെ വലുതാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായി ഞാൻ കരുതി.
എന്നാൽ ദേവികയുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് എനിക്ക് മടങ്ങണമെന്ന കാര്യം ഞാൻ മറന്നുപോയി. ദേവികയെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയുടെ സുഗന്ധമേറ്റ് ജീവിതം മുഴുവൻ ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഞാൻ ഇറങ്ങുമ്പോൾ ദേവിക നിറഞ്ഞ കണ്ണുകളോടെ എനിക്ക് വാക്കു തന്നു. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. തിങ്കളാഴ്ച ഗസ്റ്റ് ഹൗസിൽ കയറാതെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി. വീട്ടിൽ പോയി ആഹാരം പാകം ചെയ്തു വരാനുള്ള സമയമില്ലായിരുന്നു. ഉച്ചക്കൊന്നും കഴിച്ചുമില്ല. എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച് സ്കൂള് കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ മടങ്ങിയെത്തിയ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുറി തുറന്നതും ഒരു സുഗന്ധം, എവിടെയോ പൂക്കൾ വിരിഞ്ഞതുപോലെ ഒരു അനുഭവം. മുറിയുടെ മൂലയിൽ ചോറും കറികളും പാകം ചെയ്ത് മൂടി വെച്ചിരിക്കുന്നു. തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂട്. അതായത് കുറച്ചു മുമ്പ് ആരോ പാകം ചെയ്തതാണ്. മൈഥിലി വന്ന് ചെയ്തു വെച്ചതാകണം. പക്ഷേ താക്കോൽ എന്റെ കയ്യിലല്ലേ. മുരളിയുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കാണുമായിരിക്കും. ഞാൻ ഇന്ന് മടങ്ങി വരുമെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഒരുപക്ഷെ ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. വിശപ്പിന്റെ ആദി കൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. അന്ന് അർദ്ധരാത്രിയിൽ പെട്ടെന്ന് എന്റെ ഉറക്കം തെളിഞ്ഞു. ഇവിടെ കൊതുക് ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ വലയ്ക്കുള്ളിലാണ് കിടക്കുന്നത്. ഉറക്കത്തിനിടയിൽ വളകളുടെ കിലുകിലാ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഒരു നിമിഷം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് ദേവികയുടെ ഫ്ലാറ്റല്ല, അവളുടെ വളകളുടെ ശബ്ദവുമല്ല. ആ ചിന്ത വന്നതും എന്റെ ഹൃദയം തൊണ്ടക്കുഴിയിൽ എത്തിയതുപോലെ ഇടിച്ചു. ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ഇരുട്ടിലും എനിക്ക് മനസ്സിലായി, ആ വലയ്ക്കുള്ളിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ആരോ എന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ വളകളുടെ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. വളകളുടെ ശബ്ദം മാത്രമല്ല, അസഹനീയമെങ്കിലും ലഹരി പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം എന്നെ ആകെ തളർത്തുന്നുണ്ടായിരുന്നു. ആരാണീ സ്ത്രീ? പാതിരാത്രിയിൽ ഒരു അപരിചിതന്റെ കിടക്കയിൽ അവൾ എന്തിനു വന്നു? ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ആ രൂപം എന്റെ മുഖത്തിനരികിലേക്ക് താഴ്ന്നു വന്നു. വിടർന്ന കണ്ണുകളാൽ അവൾ എന്നെ നോക്കി നിൽക്കുകയാണ്. മണ്ണെണ്ണ വിളക്കിലെ വെളിച്ചം കൂട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ രൂപം ആകർഷകമായിരുന്നു. വെളുത്ത മുഖം, കരിമഷി എഴുതിയ വലിയ കണ്ണുകൾ, ആ മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം. ഉള്ളിലെ ഭയം പതുക്കെ മാറിത്തുടങ്ങി. മനസ്സിന്റെ ഏതോ കോണിൽ നിന്ന് ഒരാൾ മന്ത്രിച്ചു, ഇത് മൈഥിലിയാണ്, മുരളിയുടെ ഭാര്യ. എനിക്കെന്ത് പറ്റിയെന്ന് അറിയില്ല. 2 കൈകളും നീട്ടി അവളെ ഞാൻ എന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. മനസ്സിൽ ഭയമോ കുറ്റബോധമോ തോന്നിയില്ല. ദേവികയെക്കുറിച്ചോ എന്റെ അധ്യാപിക വൃത്തിയുടെ അന്തസ്സിനെക്കുറിച്ചോ ഞാനപ്പോൾ ചിന്തിച്ചില്ല. ആ രാത്രി എങ്ങനെ കടന്നുപോയെന്നോ നേരം വെളുത്തെന്നോ ഞാൻ ഓർക്കുന്നില്ല. രാത്രിയിലെ ആ ലഹരിയുടെ തെളിവായി മുറിയിൽ ഒരു നേരിയ സുഗന്ധം മാത്രം അവശേഷിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രിയിലെ കാര്യങ്ങൾ ഓർത്ത് ദേവികയോട് എനിക്ക് വിഷമം തോന്നി. പക്ഷേ എന്റെ ഈ മാറ്റത്തിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പകൽ മുഴുവനും അടുത്ത രാത്രിക്കുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ. അത് മൈഥിലി തന്നെയാണോ? ഇതിന്റെ പരിണിതഫലം എന്താകും? ഒന്നും ഞാൻ ചിന്തിച്ചില്ല. സ്കൂളിലെ പാഠഭാഗങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൾ വരുമോ? വൈകുന്നേരം മൈഥിലി ജോലിക്ക് വന്നില്ല. സമയം കടന്നു പോകുന്തോറും പനിയുള്ള രോഗിയെപ്പോലെ എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. രാത്രി ഒന്നും കഴിച്ചില്ല, ഉറക്കം വന്നില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം. ദേവികയെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വേറൊരു അനുഭവമാണ്. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒന്നിനോടുള്ള ആവേശമാകാം ഇത്. അവൾ വരില്ലെന്ന് കരുതി കിടക്കുമ്പോൾ വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടു. വാതിൽ ഞാൻ വെറുതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ യുക്തിയെല്ലാം കൈവിട്ട് മനസ്സ് യാതൊരു ചോദ്യവും ചോദിച്ചില്ല. ആ രാത്രിയും അവൾ വന്നു. എന്റെ ഞരമ്പുകളിലുടനീളം തീവ്രമായ ലഹരി പടർത്തി അവൾ കടന്നുപോയി. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഞാനതിൽ മയങ്ങിപ്പോയി. ദേവികയെ വിളിച്ചിട്ട് 2 ആഴ്ചയാകുന്നു. അവളുടെ 2 കത്തുകൾ വന്നു. പക്ഷേ മറുപടി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഗ്രാമത്തിൽ 1-2 ടെലിഫോൺ സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവളെ വിളിച്ചില്ല. 14-ാം ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ ദേവിക വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് ദേഷ്യമാണ് വന്നത്. അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെങ്കിലും ഒരു പ്രതിമ കണക്കെ ഞാൻ അവളുടെ മുന്നിൽ നിന്നു. ദേവിക അത്ഭുതത്തോടെ എന്നെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. നീ എന്തിനാണ് വന്നത്? ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചില്ലല്ലോ, ഞാൻ കടുപ്പത്തിൽ ചോദിച്ചു.
ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ദേവികയോട് ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ എനിക്കെങ്ങനെ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. ലഹരി ബാധിച്ചവനെ പോലെയായിരുന്നു ഞാൻ. ദേവിക തന്റെ ബാഗും എടുത്ത് ഒന്നും മിണ്ടാതെ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. രാത്രി വൈകി അവൾ എങ്ങനെ ഫ്ലാറ്റിലെത്തുമെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് ആശ്വാസമാണ് തോന്നിയത്, കാത്തിരിപ്പിനായുള്ള ആശ്വാസം. 2 മാസത്തോളം മൈഥിലി രാത്രികളിൽ വന്നു. പെട്ടെന്നൊരു ദിവസം വന്നതുപോലെ തന്നെ അവൾ വരുന്നത് നിർത്തുകയും ചെയ്തു. എന്റെ രാവുകൾ ശൂന്യമായി. ഞാൻ രോഗിയെപ്പോലെയായി. കണ്ണിന് താഴെ കറുത്ത പാടുകൾ വന്നു. ശരീരം വല്ലാണ്ട് മെലിഞ്ഞു. വസ്ത്രങ്ങൾ അയഞ്ഞു തൂങ്ങി. കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ട് ദേഷ്യം വന്ന് ഞാനത് എറിഞ്ഞുടച്ചു. പിന്നെ ഞാൻ മുടി ചീകാനോ താടി വടിക്കാറോ പോലുമില്ലായിരുന്നു. ഒടുവിൽ സഹി കെട്ട് ഞാൻ മാഷിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം എന്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. എന്താണ് അനിൽ ബാബു നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് സുഖമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അല്ല, മുരളിയുടെ ഭാര്യ കുറച്ച് ദിവസമായി ഇവിടേക്ക് വരുന്നില്ല. ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. രാഘവൻ മാഷ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു, മുരളിയുടെ ഭാര്യയോ? അതെ. നിങ്ങൾ അവളെ ഇവിടേക്ക് പറഞ്ഞയച്ചില്ലേ? അവളിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. എന്താ കാര്യം? പക്ഷേ അനിൽ സാറേ, ഞാൻ മുരളിയുടെ ഭാര്യയെ ജോലിക്ക് അയച്ചിട്ടില്ല. നിങ്ങളൊരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും പറയാഞ്ഞതുകൊണ്ട് ഞാൻ അക്കാര്യം മറന്നുപോയി. ആരും അയക്കാതെ തന്നെ മൈഥിലി ഇവിടേക്ക് വന്നു, ജോലി ചെയ്തു. ഇപ്പോൾ വരുന്നത് നിർത്തിയിരിക്കുന്നു. പക്ഷേ എന്തിന്? ഞാൻ രാഘവൻ മാഷിനോട് കൂടുതലൊന്നും പറഞ്ഞില്ല. സന്ധ്യയ്ക്ക് ശേഷം മുരളിയുടെ വീട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് മുരളി ലഹരിയിലായിരിക്കും. ആ നേരത്ത് മൈഥിലിയോട് എനിക്ക് സംസാരിക്കാമല്ലോ. സ്കൂൾ കഴിഞ്ഞ് ഇരുട്ട് വരുന്നപ്പോൾ ഞാൻ മുറി പൂട്ടി ഇറങ്ങി. ഗ്രാമപ്രദേശമായതുകൊണ്ട് നേരത്തെ തന്നെ വഴികളെല്ലാം വിജനമായിരുന്നു. ചില വീടുകളിൽ നിന്ന് കുട്ടികൾ പാഠങ്ങൾ ചൊല്ലി പഠിക്കുന്ന ശബ്ദം കേൾക്കാം. ഞാൻ നേരെ മുന്നോട്ട് നടന്നു. ഇരുട്ടിൽ മുരളിയുടെ വീട് ഒരു പ്രേതാലയം പോലെ നിന്നു. അടുത്തുള്ള ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്ന് ഞാൻ അവിടേക്ക് നോക്കി. മുരളി വീടിന്റെ തിണ്ണയിൽ ലഹരി മൂത്ത് ബോധമില്ലാതെ കിടക്കുകയാണ്. ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് മങ്ങിയ വെളിച്ചം വരുന്നുണ്ട്. ചീവീടുകളുടെ കരച്ചിൽ കാതു തുളയ്ക്കുന്നു. കാട്ടിൽ നിന്ന് കുറുക്കന്മാരുടെ ഓരിടൽ കേൾക്കാം. എത്ര നേരം അവിടെ നിന്നുവെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് മുരളിയുടെ വീടിന്റെ വാതിൽ തുറന്നു വന്നു. അകത്ത് നിന്ന് ഒരു സ്ത്രീരൂപം കയ്യിലൊരു വിളക്കുമായി പുറത്തേക്ക് വന്നു. മുരളി കിടക്കുന്നിടത്ത് അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ താഴെ ഇറങ്ങി തുളസിത്തറയുടെ അടുത്തേക്ക് പോയി. വിളക്ക് അവിടെ വെച്ച് കൈകൂപ്പി തൊഴുതു. എനിക്ക് ദേഷ്യം വന്നു. എന്റെ ജീവിതം നരകതുല്യമാക്കിയിട്ട് അവൾ സതീ സാവിത്രിയെ പോലെ തുളസിത്തറയിൽ വിളക്ക് വെക്കുന്നു. എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മറ്റൊരു പുരുഷനെ കാത്തിരിക്കുകയാണോ? വിവേകം നഷ്ടപ്പെട്ട ഞാൻ മരത്തിന് പിന്നിൽ നിന്ന് ഓടിച്ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. ഭ്രാന്തനെ പോലെ അവളെ എന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പറ മൈഥിലി, പറ. എന്റെ ശക്തമായ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. എന്നിട്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവൾ നിലവിളിച്ചു, ഓടി വരണേ, കള്ളൻ കള്ളൻ എന്നവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അവളുടെ കൈവിട്ടു. രാത്രികളിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുന്ദരി ആയിരുന്നില്ല അത് മൈഥിലിയാകാൻ വഴിയില്ല. എല്ലാം മറന്ന് ഞാൻ മുരളിയുടെ വീടിന്റെ വാതിക്കലേക്ക് ചെന്നു. മൈഥിലി, മൈഥിലി എന്നുറക്കെ വിളിച്ചു കൂവി. ബഹളം കേട്ട് അയൽവക്കക്കാർ ലാത്തിയും വടിയുമായി ഓടിയെത്തി. പക്ഷേ കള്ളന് പകരം അവരുടെ പ്രിയപ്പെട്ട മാസ്റ്ററായി എന്നെ കണ്ട് അവരെല്ലാം അമ്പരന്നു പോയി. മുരളി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളുടെ വീടിനുള്ളിലേക്ക് തള്ളിക്കയറി മൈഥിലിയെ തിരഞ്ഞു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ആ വീടിന്റെ ശൂന്യത എന്റെ മനസ്സിന്റെ ശൂന്യതയെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആരോ മാഷിനെ വിളിച്ചുകൊണ്ടുവന്നു. ഞാൻ തളർന്ന് വീടിന് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നെ താങ്ങിപ്പിടിച്ചു. അമിതമായ ആവേശത്തിൽ എനിക്ക് ബോധം മറഞ്ഞു പോയിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ മുരളിയുടെ വീടിന്റെ തിണ്ണയിൽ കിടക്കുകയായിരുന്നു. ഒരുപാട് വിളക്കുകളുടെ വെളിച്ചത്തിൽ പല മുഖങ്ങളും എന്നെ ഉറ്റുനോക്കുന്നു. പക്ഷേ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന ആ മുഖം അതെവിടെ? എഴുന്നേറ്റിരിക്കാൻ അവരെന്നെ സഹായിച്ചു. കുറച്ചകലെ മുരളി
കലിതുള്ളി നിൽപ്പുണ്ട്. മറ്റുള്ളവർ തടഞ്ഞതുകൊണ്ടാണ് അവൻ എന്നെ ഉപദ്രവിക്കാഞ്ഞത്. മുരളിയുടെ ഭാര്യയെ അവിടെ കണ്ടില്ല. ഞാൻ പതുക്കെ രാഘവൻ മാഷിനോട് കാര്യങ്ങൾ പറഞ്ഞു. മൈഥിലി എന്ന പേര് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം അദ്ദേഹം എന്റെ നാവിൽ നിന്ന് ആ പേര് വ്യക്തമായി കേട്ടത്. അനി എന്താ പറഞ്ഞത്? മൈഥിലി എന്നോ? മുരളിയുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര് ഗീത എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ ആ പേരറിയാം? അനിൽ ബാബു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. ഇന്നിനി ഗസ്റ്റ് ഹൗസിലേക്ക് പോകണ്ട. നാളെ നമുക്ക് നോക്കാം. ഞാൻ ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന്റെ കൂടെ പോയി. മുഖം തണുത്ത വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ എനിക്ക് അല്പം ആശ്വാസം തോന്നി. മാഷ് മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. മുരളിയുടെ ആദ്യത്തെ ഭാര്യയായിരുന്നു നിങ്ങൾ പറഞ്ഞ മൈഥിലി. വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല. അതിന്റെ പേരിൽ നാട്ടുകാർ അവളെ ഒരുപാട് പരിഹസിച്ചിരുന്നു. മുരളി രാത്രി വീട്ടിൽ വന്ന് അവളെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. വെണ്ണക്കൽ ശില്പം പോലെയുള്ള ആ പെൺകുട്ടി പതുക്കെ അങ്ങ് കോലം കെട്ടുപോയി. ആ ഗസ്റ്റ് ഹൗസ് പണിത സമയത്ത് മുരളി അവിടെ കെയർടേക്കറായി ജോലി ചെയ്തിരുന്നു. അന്ന് അവിടെ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി മൈഥിലി പാചകം ചെയ്യുമായിരുന്നു. എങ്ങനെയെന്നറിയില്ല, അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായി. മുരളി മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ മൈഥിലി ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച സാറിന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. രാഘവൻ മാഷ് തുടർന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ആ സാറ് ആരെയും അറിയിക്കാതെ അങ്ങ് സ്ഥലം വിട്ടു. വിവരമറിഞ്ഞ മുരളി അവളെ ക്രൂരമായി മർദ്ദിച്ചു. ആ സാറ് തന്നെ വിവാഹം കഴിച്ച് ഈ നരകത്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് മൈഥിലി കരുതിയിട്ടുണ്ടാകും. ഒടുവിൽ സഹിക്കാനാവാതെ ആ രാത്രി മൈഥിലി ആ ഗസ്റ്റ് ഹൗസിൽ തൂങ്ങി മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ഗർഭിണിയായിരുന്നുവെന്ന് തെളിഞ്ഞു. അമ്മയാകാൻ ആ പെൺകുട്ടിക്ക് ഭാഗ്യം. മാഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന മൈഥിലി എന്ന ലഹരി ആ നിമിഷം തന്നെ എവിടെയോ ഇല്ലാതെയായി. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ എനിക്ക് പിന്നീട് ഏറെ കാലം വേണ്ടി വന്നു. ആ സ്കൂളിലെ ജോലി ഉപേക്ഷിച്ച് ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തി. ഞാൻ ചെയ്ത തെറ്റുകൾ പുറത്ത് ദേവിക എന്നോട് ക്ഷമിച്ചു. എന്റെ ഭാര്യയായി അവളിപ്പോൾ എൻ്റെ ഒപ്പമുണ്ട്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നോട് മറക്കാതെ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കഥ പറയാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.